ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് വെക്കേഷൻ പോകാറായിട്ടില്ല. മീൻസ് ഒരു വർഷം കഴിയണമല്ലോ ആനുവൽ വെക്കേഷൻ കിട്ടണമെങ്കിൽ. ആയിട്ടില്ല. എന്താ പറയുക, കണ്ണിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പം അതിൻ്റെ ഇത് വെച്ചിട്ട് മെഡിക്കൽ അടിച്ച് വന്നു. നാട്ടിലേക്കൊന്ന് പോയി വരാമെന്നുള്ളതിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞു ഓൾറെഡി. എങ്കിലും മടി കാരണമാണോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഇത് വെച്ചിട്ടാണോ എന്നറിയില്ല, വീഡിയോ എഡിറ്റ് വെച്ചിരുന്നത് വോയിസ് ഓവർ ഇപ്പോഴേ ചെയ്യണേ. എന്താ പറയുക, സാൻഡ്വിച്ച് വിശന്ന് കിളി പോയിരുന്ന സമയത്ത് കേട്ടോ ഇത് കിട്ടിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ഇറങ്ങുന്നതിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയ ആണ്. ഹരിതാവ് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. എന്താ പറയുക, ഒരുവിധം എല്ലാ പ്രവാസികൾക്കും കിട്ടുന്നൊരു ഫീലാണ്. നാടിൻ്റെ പച്ചപ്പൊക്കെ കണ്ണിൽ കിട്ടുമ്പോൾ ആ ഒരു സുഖം അടിപൊളിയല്ലേ. എന്താ പറയുക, ഞാൻ വന്നത് നാട്ടിലേക്ക് ഇപ്പോൾ വന്നതിൻ്റെ കാരണം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം കേട്ടോ. അതായത് എൻ്റെ പല വീഡിയോ കാണുന്ന എൻ്റെ ഒട്ടുമിക്ക അടുത്ത സുഹൃത്തുക്കൾ പോലും അവർ വിലയിരുത്തിയിരുന്നത് അല്ലെങ്കിൽ അവർ കണ്ടിരുന്ന വേറൊരു മൈൻഡിലായിരുന്നു എന്ന് ഞാൻ വന്നതിന് ശേഷം നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ്. നീ എന്താ വന്നേ പെട്ടെന്നാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ കണ്ണിൻ്റെ കാരണം കൊണ്ടാണ്, കണ്ണ് വയ്യ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ, നിനക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? ഞങ്ങൾ വിചാരിച്ചത് നീ ഫുൾ ടൈം തണ്ണിയാണ്, അടിച്ച് പഴുത്തിരുന്നിട്ടാണ് നീ ഈ വീഡിയോ ഒക്കെ എടുക്കണേ. ഞാൻ പറഞ്ഞ അല്ലപ്പാ, ഇതാണ് അവസ്ഥ. കണ്ണിന് ഇങ്ങനെ സീനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദേ ലാൻഡ് ചെയ്തു. എന്താ പറയുക, അങ്ങനെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു. പിന്നെ എന്നെ ആരും വിളിക്കാൻ വന്നില്ല. വിളിക്കാൻ വരാമെന്ന് വെച്ചാൽ ഞാൻ ആരോടും പറഞ്ഞില്ല. വിളിക്കാൻ വരാൻ ആൾക്കാരുണ്ട് കേട്ടോ, ആരും ഇല്ലാഞ്ഞിട്ടല്ല. ട്രിവാൻഡ്രം ടു കരുനാഗപ്പള്ളി ലഗേജിന് ഈ പറഞ്ഞ KSRTC 56 രൂപ വെച്ചിട്ട് ഒരു ബാഗിന് മൊത്തം 30 കിലോ ഉണ്ടായിരുന്നു. ഇതൊരു അടിപൊളി വൈബാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കേട്ട് വളർന്ന കൊല്ലം ജില്ല. പൊതുവെ പ്രവാസത്തിൽ മലയാളികൾ കൂടി നിൽക്കുമ്പോൾ കൊല്ലക്കാരനാണ്, കൊല്ലമാണ് അവിടെ വട്ടത്തിലൊക്കെ നിർത്തി ഊക്കിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ. പക്ഷെ കൊല്ലത്തിന് തന്നെ പ്രശ്നമാണ്, കൊല്ലം സെറ്റാണ്. പിന്നെ നമ്മുടെ ദേശീയ വാഹനം ഓട്ടോ, എന്താ പറയുക, കരുനാഗപ്പള്ളി വന്നു, ഓട്ടോ വിളിച്ചു. സുഖം, സ്വസ്ഥം, ശാന്തം, അടിപൊളി. ഞങ്ങളുടെ കുറ്റിപ്പുറത്തെ പുതിയ പള്ളിയല്ല, പഴയ പള്ളിയായിരുന്നു, പൊളിച്ചു പണിഞ്ഞു. ഇതാണ് കുറ്റിപ്പുറം, എൻ്റെ നാട്. തഴവയാണ്, തഴവ കുറ്റിപ്പുറാണിത്. വന്നപ്പോഴത്തേക്കും എന്താ പറയുക, അമ്മ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഏട്ടനെ കയ്യിരിക്കുന്ന ഫോണിൽ ഓൾറെഡി ബോട്ടിമേൽ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ വീട്, എൻ്റെ സ്വർഗം. എന്നെക്കകത്ത് കുറേ പേരുണ്ട് ഇവിടെ. അമ്മ അല്ലാണ്ട് എൻ്റെ ആംബ്രൂ, കൊച്ചിറക്കൻ, ടിൻഡോ. ഇവനങ്ങനെ പിടിക്കാൻ കിട്ടത്തില്ല, ദേഹത്ത് അഴുക്കൊക്കെ ഉണ്ടില്ലേ വേട്ടാവളിയൻ. പിന്നെ മെയിൻ ടീമുകളൊക്കെ വരാൻ പോണേ ഉള്ളൂ. ഇതാണ് വെല്ലാച്ചി. ഇതുണ്ടോ, അവൾ മൂത്രം ഒഴിച്ച് ഒരു വഴിക്കാക്കി. അതായത് ഓവർ എക്സൈറ്റ്മെൻറ്റ്, മീൻസ് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ കേട്ടോ അവരങ്ങനെ ചെയ്യണേ. പിന്നെ അവളുടെ മക്കളും അവരെന്നെ ആദ്യത്തെ കാട്ടെ, അതുകൊണ്ടായിരിക്കാം അടുക്കാൻ ഇച്ചിരി സമയം എടുത്തു. പാറുവും പച്ചും അവൾ ഭയങ്കര എന്താ പറയുക, ഒന്നും പറയണ്ട. കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെയല്ലേ, കുറേ ഉമ്മയൊക്കെ കിട്ടി, കുറേ ഉമ്മയൊക്കെ കൊടുത്തു. പാറു എന്താ പറയുക, അങ്ങനെ വലിയ ഇതായിട്ട് അടുത്ത് വന്നൊന്നുമില്ല. പാച്ചു കുഴപ്പമില്ലായിരുന്നു. പാറു ഭയങ്കര എന്താ പറയുക, പുള്ളിക്കാരി ഇച്ചിരി വെയിറ്റിട്ടൊക്കെ ടീമാണ്. പിന്നെന്താണ്, സർജറിക്കുള്ള എല്ലാം ഇതായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകണം, സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ചെറിയൊരു പനി അടിച്ചു വന്നതിന് ശേഷം. ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ആയിരിക്കാം. എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. എനിക്ക് ബി പി ഹൈ ആയിരുന്നു, ബി പി ഒക്കെ കുറഞ്ഞു. സുഖം, സ്വസ്ഥം, ശാന്തം. താങ്ക് യു.